ഓരോ മഴക്കാലത്തും ഒരു കേരള കുടുംബം 5000-ൽ കൂടുതൽ അനാവശ്യമായി നഷ്ടപ്പെടുത്തുന്നുണ്ട്. നനഞ്ഞ ചെരുപ്പ് 2 മാസം കൊണ്ട് കേടായി പോകുന്നു. 1500 രൂപ നഷ്ടം. അലമാരയിലെ വസ്ത്രങ്ങളിൽ പൂപ്പൽ പിടിക്കുന്നു. 1000-ൽ കൂടുതൽ നഷ്ടം. മഴയിൽ ഫോൺ നനഞ്ഞ് കേടാകുന്നു. 2000 റിപ്പയർ. പവർ കട്ടിൽ വൈഫൈ പോയി ഓഫീസ് മീറ്റിംഗ് മുടങ്ങുന്നു. ഓരോ മഴക്കാലവും ഒരു സൈലന്റ് ഫിനാൻഷ്യൽ ഡ്രെയിൻ ആണ്. ഇന്ന് വീഡിയോയിൽ നമ്മൾ ഏതാനും ചില സ്മാർട്ട് മൺസൂൺ സാധനങ്ങളാണ് പരിശോധിക്കുന്നത്. 200 മുതൽ 4000 രൂപ വരെ വിലയുള്ള ഈ സാധനങ്ങൾ ഓരോന്നും ഒരു പ്രത്യേക മഴക്കാല പ്രശ്നത്തിന് പരിഹാരമാണ്. ഓരോന്നിന്റെയും ഗുണവും ദോഷവും ഞാൻ സത്യസന്ധമായി പറയും. ഈ ലിസ്റ്റിലെ ആദ്യത്തെ 3 ഐറ്റംസ് 90% കൂടുതൽ ആളുകളും അറിഞ്ഞാൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളാണ്. ലിസ്റ്റിലെ എല്ലാ ഐറ്റംസിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒന്നാമത്തെ ഐറ്റം വൈഫൈ മിനി UPS. ഇതാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും അണ്ടർറേറ്റഡ് സാധനം. കേരളത്തിൽ മഴക്കാലത്ത് പവർ കട്ട് ദിവസേന ഉണ്ടാകും. പവർ കട്ടാകുന്ന നിമിഷം വൈഫൈ റൂട്ടർ ഓഫ് ആകും. വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ ക്ലാസ്, വീഡിയോ കോൾ എല്ലാം മുടങ്ങും. അതിന് പരിഹാരമാണ് ഈ പ്രോഡക്റ്റ്. ഇത് 1200 മുതൽ 2500 വരെ വിലയുള്ള ഒരു കൈത്തണ്ട വലുപ്പത്തിലുള്ള ഒരു ചെറിയ ഉപകരണമാണ്. റൂട്ടറിന്റെ പവർ കേബിൾ ഇത് ഇടയ്ക്ക് ബന്ധിപ്പിക്കും. പവർ ഉള്ളപ്പോൾ ഇത് സ്വയം ചാർജ് ആകും. പവർ കട്ട് ആകുന്ന നിമിഷം ഒരു നിമിഷം പോലും ഗ്യാപ്പില്ലാതെ ബാറ്ററിയിൽ നിന്ന് റൂട്ടറിന് പവർ നൽകും. 4 മുതൽ 8 മണിക്കൂർ വരെ വൈഫൈ വർക്കാകും. ഗുണം 1500 മുടക്കിയാൽ ഇനി പവർ കട്ടിൽ നിന്ന് ഒരിക്കലും വൈഫൈ പോകില്ല. സൂം കോൾ ഡിസ്കണക്റ്റ് ആകില്ല. വീട്ടിലെ CCTV, സെറ്റപ്പ് ബോക്സ് ഇതൊക്കെ ഓടിക്കാൻ ഇത് സഹായിക്കും. ദോഷം, റൂട്ടറിന്റെ വോൾട്ടേജ് ശ്രദ്ധിക്കണം. 90% റൂട്ടറുകളും 12 വോൾട്ടാണ്. ചിലത് 9 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് ആയിരിക്കും. വാങ്ങുന്നതിന് മുമ്പ് റൂട്ടറിന്റെ അഡാപ്റ്ററിൽ വോൾട്ടേജ് ശ്രദ്ധിക്കുക. തെറ്റായ വോൾട്ടേജ് ആണെങ്കിൽ ഉപകരണം പ്രവർത്തിക്കില്ല. രണ്ടാമതായി ആന്റി റെയിൻ മിറർ ഫിലിം. കേരളത്തിൽ മഴയത്ത് വണ്ടി ഓടിക്കുന്ന ആരുടെയും ഏറ്റവും വലിയ പ്രശ്നം സൈഡ് മിററിൽ ഒന്നും കാണാൻ കഴിയില്ല എന്നതാണ്. മഴത്തുള്ളികൾ മിററിൽ നിറഞ്ഞ് റിഫ്ലക്ഷൻ മുഴുവൻ ബ്ലർ ആകും. ലൈൻ ചേഞ്ച്, റിവേഴ്സ് ഇതൊക്കെ ഒരു റിസ്ക് ആകും. ഇത് 150 രൂപ മുതൽ 300 രൂപ വിലയുള്ള ഒരു നാനോ കോട്ടഡ് ഫിലിമാണ്. മിററിന്റെ മേൽ ഒട്ടിക്കുക. മഴത്തുള്ളികൾ ആ സർഫസിൽ നിൽക്കാതെ ഒലിച്ചു പോകും. മിറർ എപ്പോഴും ക്ലിയർ ആയിരിക്കും. ഇതിന്റെ ഗുണം 200 രൂപ മുടക്ക് അപകടം ഒഴിവാക്കാം. ബൈക്ക് മിററിലും കാർ മിററിലും ഉപയോഗിക്കാം. ഒരു സെറ്റ് 4 മുതൽ 6 മാസം വരെ ഈട് നിൽക്കും. ദോഷം, ഒട്ടിക്കുമ്പോൾ ശ്രദ്ധ വേണം. എയർ ബബിൾ ഉണ്ടായാൽ ക്ലാരിറ്റി കുറയും. ഒട്ടിക്കുന്നതിന് മുമ്പ് മിറർ നന്നായി വൃത്തിയാക്കണം. അതുപോലെ 4 മുതൽ 6 മാസം കൂടുമ്പോൾ ഇത് മാറ്റുകയും വേണം. അടുത്ത ഐറ്റം പോർട്ടബിൾ ക്ലോത്ത്സ് ഡയർ. മഴക്കാലത്ത് ഏറ്റവും വലിയ തലവേദന തുണി ഉണങ്ങില്ല എന്നതാണ്. ദിവസങ്ങൾ ഈർപ്പത്തിൽ കിടക്കുന്ന വസ്ത്രങ്ങളിൽ പൂപ്പൽ പിടിക്കും. ഒരു ദുർഗന്ധമുണ്ടാകും. സ്കൂൾ യൂണിഫോം, ഓഫീസ് ഷർട്ട് ഇതൊക്കെ അർജന്റായി ഉണക്കണമെങ്കിൽ 1500 രൂപ മുതൽ 4000 വരെ വിലയുള്ള ഈ ഉപകരണം സഹായിക്കും. ഒരു ചെറിയ സ്റ്റാൻഡിൽ ഇത് വസ്ത്രങ്ങൾ ഹാങ് ചെയ്യും. ഹീറ്റർ ഓൺ ആക്കും. 2-3 മണിക്കൂറിൽ വസ്ത്രങ്ങൾ കംപ്ലീറ്റ്ലി ഉണങ്ങും. ചില മോഡലുകളിൽ UV സാനിറ്റൈസേഷനുമുണ്ട്. ഇതിന്റെ ഗുണം, മഴക്കാലത്ത് ജീവൻ രക്ഷ. ഫോൾഡബിൾ ആയതുകൊണ്ട് തന്നെ ഉപയോഗം കഴിഞ്ഞാൽ മടക്കി വയ്ക്കാം. അയണിങ്ങിന്റെ ആവശ്യം കുറയുകയും ചെയ്യും. ഇതിന്റെ ദോഷം, ഒരേ സമയം 5 മുതൽ 8 പീസ് മാത്രമേ ഉണക്കാൻ സാധിക്കൂ. കമ്പിളി, കട്ടിയുള്ള ബെഡ്ഷീറ്റ് ഇവ ഇതിൽ ഉണങ്ങില്ല. ഒരു മണിക്കൂറിന് ഏകദേശം 3 രൂപ മുതൽ 4 രൂപ വരെ കറണ്ട് ചിലവാകും. നാലാമത്തെ ഐറ്റം റെയിൻ റിപ്പലന്റ് സ്പ്രേ. ഇത് വിൻഡ്ഷീൽഡിലും ഹെൽമറ്റ് വിസറിലും സ്പ്രേ ചെയ്ത് തുടയ്ക്കുക. ഒരു ഇൻവിസിബിൾ ലെയർ ഉണ്ടാകും. മഴത്തുള്ളികൾ ഗ്ലാസ്സിലൊട്ടാതെ ഒറ്റയ്ക്ക് ഒലിച്ചു പോകും. വൈപ്പറില്ലാതെ തന്നെ ക്ലിയർ വിഷൻ. 300 മുതൽ 6000 രൂപ വിലയുള്ള ഒരു ബോട്ടിൽ 3-4 മാസം ഈട് നിൽക്കുകയും ചെയ്യും. ഇതിന്റെ ഗുണം 4 മാസം വരെയുള്ള സേഫ്റ്റിയാണ്. ബൈക്ക് വിസറിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. രാത്രി ഡ്രൈവിംഗിൽ പ്ലെയറും കുറയും. ഇതിന്റെ ദോഷം, 2-3 ആഴ്ച കൂടുമ്പോൾ വീണ്ടും സ്പ്രേ ചെയ്യണം. ഒരു തവണ സ്പ്രേ ചെയ്താൽ പെർമനന്റ് ആകില്ല. അടുത്ത ഐറ്റം ടോർച്ച് അംബ്രല്ല. കേരളത്തിൽ മഴക്കാലത്ത് വൈകുന്നേരം 5 മണിയായി കഴിഞ്ഞാൽ തന്നെ നേരം ഇരുട്ടി തുടങ്ങും. ഒരു കൈയിൽ അംബ്രല്ല, മറ്റേ കൈയിൽ ഫോണിന്റെ ടോർച്ച്. ഇത് ബുദ്ധിമുട്ടാണ്. 500 മുതൽ 800 രൂപ വിലയുള്ള ഈ അംബ്രല്ലയുടെ ഹാൻഡിലിൽ ബിൽഡിൻ LED ലൈറ്റ് ഉണ്ട്. ഒരു കൈ കൊണ്ട് അംബ്രല്ലയും ലൈറ്റും പ്രവർത്തിക്കും. ഇതിന്റെ ഗുണം, ഇരുട്ടിൽ മഴയത്ത് നടക്കുമ്പോൾ സേഫ്റ്റി. USB-യിൽ ചാർജും ചെയ്യാം. ഇതിന്റെ ദോഷം, സാധാരണ അംബ്രല്ലയേക്കാൾ അല്പം വെയിറ്റ് കൂടുതലായിരിക്കും. ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാകില്ല. ഒരു സാധാരണ അംബ്രല്ലയായി മാത്രം ഇത് ഉപയോഗിക്കാനേ സാധിക്കുള്ളൂ. അടുത്തായിട്ട് മിനി ഡെഹ്യൂമിഡിഫയർ. കേരളത്തിൽ 80% മുതൽ 90% വരെ ഈർപ്പമുള്ള മഴക്കാലത്ത് അലമാരയ്ക്കുള്ളിലും ഷൂറാക്കിലും ബാത്റൂമിലുമൊക്കെ ഈർപ്പം കെട്ടിക്കിടക്കും. പൂപ്പൽ പിടിക്കും. 800 മുതൽ 2000 രൂപ വിലയുള്ള ഈ ചെറിയ ഉപകരണം ഈർപ്പം വലിച്ചെടുക്കും. ഇതിന്റെ ഗുണം, വളരെ സൈലന്റായി ഈർപ്പം നീക്കും. റീചാർജബിൾ മോഡൽസ് ഉണ്ട്. കറണ്ട് ചിലവുമില്ല. വസ്ത്രങ്ങളും ലെതർ ബാഗ്സും ലെതർ ഷൂസും ഇത് സംരക്ഷിക്കും. ഇതിന്റെ ദോഷം, ചെറിയ മോഡൽസിന് ഒരു അലമാരയോ ഒരു ഡ്രയറോ ഇത്ര സ്പേസ് മാത്രമേ കവർ ചെയ്യാൻ സാധിക്കൂ. ഒരു മുഴുവൻ റൂമിന് ഇത് മതിയാകില്ല. അതിന് ലാർജ് ഡ്യൂമിഡിഫയർ തന്നെ വേണം. ഇത് 8000-ൽ കൂടുതലാകും. അടുത്തായിട്ട് ഒരു ഇലക്ട്രിക് ഷൂ ഡ്രയർ. 2000 മുതൽ 5000 രൂപ വിലയുള്ള ഷൂസ് മഴയിൽ നനഞ്ഞ് ദിവസങ്ങൾ ഉണങ്ങാതെ ഫംഗസ് പിടിച്ച് ദുർഗന്ധം വന്ന് കേടായി പോകും. 400 മുതൽ 800 രൂപ വിലയുള്ള ഈ ചെറിയ ഡിവൈസ് ഷൂവിന്റെ ഉള്ളിലിട്ട് ഓൺ ചെയ്യുക.
2 മുതൽ 4 മണിക്കൂറിൽ ഷൂ കംപ്ലീറ്റ്ലി ഉണങ്ങും. ഇതിന്റെ ഗുണം ഫംഗൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാം. ഷൂവിന്റെ ആയുഷ്കാലം ഇരട്ടിയാകും. ദുർഗന്ധം പൂർണ്ണമായും ഇല്ലാതാകും. ഇതിന്റെ ദോഷം 2 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കും. കറണ്ട് അത്യാവശ്യം ഉപയോഗിക്കും. അടുത്തായിട്ടൊരു ഫോൾഡബിൾ ഡ്രൈയിങ് സ്റ്റാൻഡാണ്. 1000 മുതൽ 2500 രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത്. മഴക്കാലത്ത് പുറത്ത് തുണി ഉണക്കാൻ പറ്റില്ല. ഈ ഫോൾഡബിൾ സ്റ്റാൻഡ് റൂമിന്റെ ഉള്ളിലോ ബാൽക്കണിയിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ഫാനിന്റെ അടിയിൽ വെച്ചാൽ വേഗത്തിൽ ഉണങ്ങിക്കെട്ടുകയും ചെയ്യും. ഉപയോഗിച്ച ശേഷം മടക്കി വാളിൽ ചേർത്ത് വെക്കാനും സാധിക്കും. ഒരുപാട് സ്പേസ് ഇത് എടുക്കില്ല. ഇതിന്റെ ഗുണം സ്റ്റെയിൻലെസ് സ്റ്റീൽ മോഡൽസ് റസ്റ്റ് ആകില്ല. കേരളത്തിൽ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. 3 ടയർ മോഡൽസിൽ ഒരു സമയം കൂടുതൽ വസ്ത്രം ഉണക്കാനും സാധിക്കും. ഇതിന്റെ ദോഷം ഫുൾ ലോഡിലിട്ടാൽ വെയിറ്റ് കൂടും, ഇളകാൻ സാധ്യതയുണ്ട്. അടുത്ത ഐറ്റം വാട്ടർ പ്രൂഫ് ഫോൺ പൗച്ചാണ്. 180 രൂപ മുതൽ 400 രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത്. 40,000 രൂപയൊക്കെ വിലയുള്ള ഒരു ഫോൺ മഴയിൽ നനഞ്ഞ് സ്ക്രീൻ ഡാമേജ് ആയാൽ റിപ്പയർ ചെയ്യാൻ 5000 രൂപ മുതൽ 10,000 രൂപ വരെ ചിലവാകും. 200ന്റെ ഈ പൗച്ച് ഫോണിലിട്ട് സീൽ ചെയ്യുകയാണെങ്കിൽ മഴയത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യും. ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനും സാധിക്കും. വാട്ടർ സ്പോർട്സിലോ ബീച്ചിലോ ട്രക്കിങ്ങിലോ ഒക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ ഗുണം ലൈറ്റ് വെയിറ്റ് ആണ്. പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനും സാധിക്കും. ഇതിന്റെ ദോഷം ടച്ച് സ്ക്രീൻ സെൻസിറ്റിവിറ്റി ചെറുതായി കുറയാം. ഫോട്ടോ ക്വാളിറ്റി പൗച്ചിന്റെ പ്ലാസ്റ്റിക്കിലൂടെ ചെറിയ ഹേഴ്സ് ഉണ്ടാകും. അടുത്തായിട്ട് ഒരു ബാഗ് റെയിൻ കവറാണ്. 200 മുതൽ 500 വരെയാണ് ഇതിന്റെ വില വരുന്നത്. ലാപ്ടോപ്പ്, ഡോക്യുമെന്റ്, ടെക്സ്റ്റ് ബുക്ക് ഇതിനെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. 50,000 വിലയുള്ള ലാപ്ടോപ്പ് ബാഗിലുണ്ട്. 200ന്റെ ഒരു റെയിൻകോട്ട് കവർ ബാഗിന്റെ മേലിട്ടാൽ 100% പ്രൊട്ടക്ഷനും ലഭിക്കും. കോമ്പാക്റ്റ് ആയതുകൊണ്ട് ബാഗിന്റെ ഉള്ളിൽ പോക്കറ്റിൽ ഫോൾഡ് ചെയ്ത് വെക്കാം. ഇതിന്റെ ഗുണം ലൈറ്റ് വെയിറ്റ് ആണ്, റീയൂസബിൾ ആണ്. ഇതിന്റെ ദോഷം കവറിട്ടാൽ ബാഗിന്റെ പോക്കറ്റുകൾ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ കവറിന്റെ സൈസ് ബാഗ് സൈസിന് മാച്ച് ആയിരിക്കുകയും വേണം. അടുത്തായിട്ട് ഒരു സിലിക്കോൺ ഷൂ കവറാണ്. 200 മുതൽ 400 വരെയാണ് ഇതിന്റെ വില വരുന്നത്. ഓഫീസിലേക്ക് ഫോർമൽ ഷൂസ് ഇട്ട് പോകുമ്പോൾ മഴയിൽ ചെളിയിൽ ഷൂസ് നശിക്കും. 200ന്റെ ഈ സിലിക്കൺ കവർ ഷൂസിന്റെ മേലിട്ടാൽ ചെളിയും വെള്ളവും ഷൂസിലെത്തില്ല. ഓഫീസിലെത്തിയ ശേഷം കവർ ഊരി ബാഗിലിടാം. കഴുകി വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന്റെ ഗുണം ഷൂസിന്റെ ലൈഫ് ഇരട്ടിയാകും. 300ന്റെ ഫോർമൽ ഷൂസ് 2 സീസണിൽ കൂടി ഉപയോഗിക്കാനും പറ്റും. ഇതിന്റെ ദോഷം ടൈൽസിലോ സ്മൂത്ത് ഫ്ലോറിലോ ഈ കവറിട്ട് നടന്നാൽ സ്ലിപ്പാകും. അതുകൊണ്ട് ഓഫീസിലെത്തിയ ഉടൻ തന്നെ ഇത് ഊരി മാറ്റുക. അടുത്തായിട്ടൊരു റെയിൻകോട്ട്സ് ആണ്. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപയോഗിക്കാം. 500 മുതൽ 1500 രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത്. ഇതാർക്കും അറിയാത്ത ഐറ്റംസ് അല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സീം സീൽഡ് ആണോ എന്ന് ഉറപ്പാക്കുക. ചിലവ് കുറഞ്ഞ റെയിൻകോട്ട്സിൽ സീമിൽ നിന്ന് വെള്ളം ഇറങ്ങും. 2, റിഫ്ലക്റ്റീവ് സ്ട്രിപ്പ് ഉണ്ടോ എന്ന് നോക്കുക. കേരളത്തിൽ മഴക്കാലത്ത് ഇരുട്ടിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഈ സ്ട്രിപ്പ് ജീവൻ രക്ഷിക്കും. ഇതിന്റെ ഗുണം ഫുൾ ബോഡി പ്രൊട്ടക്ഷൻ. കോമ്പാക്റ്റായി ബാഗിൽ കൊണ്ടു നടക്കുകയും ചെയ്യാം. ദോഷം ചൂട് ഈർപ്പവുമുള്ള കേരളത്തിൽ 20 മിനിറ്റിന് ശേഷം ഉള്ളിൽ വിയർക്കും. ഇത് ഒഴിവാക്കാൻ വെന്റിലേഷൻ ഉള്ള മോഡൽസ് തിരഞ്ഞെടുക്കുക. അടുത്തായിട്ട് മൈക്രോഫൈബർ ട്രാവൽ ടവൽ. 200 മുതൽ 500 രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത്. സാധാരണ ടവൽ മഴക്കാലത്ത് ഉണങ്ങാൻ 2 ദിവസം എടുക്കും. എന്നാൽ ഈ ടവൽ 3 ഇരട്ടി വാട്ടർ ഒബ്സർവ് ചെയ്യും. സ്ക്വീസ് ചെയ്താൽ 1 മണിക്കൂർ ഡ്രൈ ആകും. ജിമ്മിനും യാത്രയ്ക്കും എമർജൻസിക്കുമൊക്കെ ഇത് വളരെയധികം സഹായകമാണ്. ഇതിന്റെ ഗുണം 200 രൂപയെ വില വരുന്നുള്ളൂ. കോമ്പാക്റ്റ് ആണ്, ഫാസ്റ്റ് ഡ്രൈയിങ്, അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയലുമാണ്. ഇതിന്റെ ദോഷം സാധാരണ ടവലിന്റെ തിക്നെസ് ഉണ്ടായിരിക്കില്ല. ചിലർക്ക് ടെക്സ്ചർ ഇഷ്ടപ്പെടില്ല. 2-3 വാഷിന് ശേഷം സോഫ്റ്റ്നെസ് കൂടും. ഇനി അവസാനത്തെ ബോണസ് ഐറ്റമാണ് ഫുഡ് ഡിയോഡറൈസർ സ്പ്രേ. 200 മുതൽ 400 രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത്. മഴക്കാലത്ത് കേരളത്തിലെ ഈർപ്പത്തിൽ ഷൂസിന്റെ ഉള്ളിൽ ബാക്ടീരിയ വളരും, ദുർഗന്ധമുണ്ടാകും. ചിലർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഈ സ്പ്രേ ഷൂവിന്റെ ഉള്ളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ നശിക്കും, ദുർഗന്ധം ഇല്ലാതാകും. റൂം ഫ്രഷ്നറായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ഗുണം ഇൻസ്റ്റന്റ് എഫക്റ്റ്, ഷൂസിന്റെ ലൈഫ് കൂടും. ദോഷം ഗന്ധം ശക്തമായതുകൊണ്ട് സെൻസിറ്റീവ് നോസ് ഉള്ളവർ ശ്രദ്ധിക്കണം. ഷൂവിന്റെ ഉള്ളിൽ സ്പ്രേ ചെയ്ത ശേഷം 5-10 മിനിറ്റ് കാറ്റ് കൊള്ളിക്കുകയും വേണം. 200 മുതൽ 400 രൂപ വരെ വിലയുള്ള ഐറ്റംസ് ആണ് വീഡിയോയിൽ പറഞ്ഞത്. ഓരോന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഓരോന്നും ഞാൻ ഓഡിറ്റ് ചെയ്ത് ഗുണവും ദോഷവും നോക്കി വാല്യൂ ഫോർ മണിയുള്ളവ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏത് ബ്രാൻഡാണ് ഓരോ കാറ്റഗറിയിലും മികച്ചത് എന്ന് ലിങ്കിൽ നിന്നും കമ്പയർ ചെയ്ത് സെലക്ട് ചെയ്യൂ. ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വാങ്ങണമെന്ന് തോന്നുന്ന 3 ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് കമന്റ് ബോക്സിൽ 3 ഐറ്റംസിന്റെ നമ്പർ ഇടുക. ഉദാഹരണം 169 എന്ന്. ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.